ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈത്തപ്പഴം ഉപയോഗിച്ച് പാചകം ചെയ്യാതെ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ മധുരവും ഓയിലും ഒന്നും ചേർക്കാതെ റെഡിയാക്കിയെടുക്കുന്നത് കൊണ്ട് കഴിക്കാനും വളരെ ഹെൽത്തിയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെയും ഒരുവിധ കെമിക്കലും ചേർക്കാതെയും 1 വർഷം വരെ നമുക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ രീതിയിൽ നമ്മളിത് റെഡിയാക്കി സൂക്ഷിച്ചു വെക്കുമ്പോൾ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് കൂടുതൽ അളവിൽ ഈത്തപ്പഴം സൂക്ഷിച്ചു വെക്കാനും കഴിയും. കെമിക്കലൊന്നും ചേർക്കാതെ ഈത്തപ്പഴം 1 വർഷത്തിലധികം സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ എൻഡ് ബോക്സിൽ ഞാൻ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് എടുത്തും കാണാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കുന്നതൊന്ന് കണ്ടു നോക്കാം. 200 ഈത്തപ്പഴം ഉപയോഗിച്ചാണ് ഞാൻ ഇതിൻ്റെ ഒരു ബാർ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്കിതിനു വേണ്ടി ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഈ ടൈമിൽ ഞാൻ 100 ഈത്തപ്പഴം എടുക്കുന്നുണ്ട്. ഇത് കുലയിൽ നിന്ന് തന്നെ പഴുത്ത് ഇതിൻ്റെ നീരൊന്നും ഒട്ടും നഷ്ടപ്പെടാത്തത് കൊണ്ട് ഇത് നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയെടുത്തു. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന ടൈമിൽ നമ്മളിതിൽ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഈത്തപ്പഴത്തിൻ്റെ നീര് തന്നെ ഇതിൽ നന്നായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞാലും ഇതിന് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാകും. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത്. അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള അല്പം വെള്ളം മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഈത്തപ്പഴം നന്നായി അരഞ്ഞു കിട്ടി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിനു വേണ്ടി ഒരു ബേക്കിംഗ് ട്രേ ആണ് ഉപയോഗിക്കുന്നത്. അതിലൊരു പീസ് ബട്ടർ പേപ്പറും ഇട്ടുകൊടുത്തു. നിങ്ങൾക്കിതിനു വേണ്ടി ഇഷ്ടമുള്ള പാത്രം ഉപയോഗിക്കാം. പാത്രം എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് പാത്രം എടുക്കരുത്. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി കനം കുറച്ച് പരത്തിയെടുക്കണം. നമ്മൾ ഈ അരച്ചെടുത്തത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള ഈത്തപ്പഴവും അല്പം വെള്ളം ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. ഇനി നമ്മൾ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് നന്നായി പരത്തിയെടുക്കണം. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ലൈറ്റ് കളറാണെങ്കിലും ഇത് ഡ്രൈ ആയി വരുന്നതിനനുസരിച്ച് കളറും ഡാർക്കായി വരും. ഇപ്പം നമ്മൾ അരച്ചെടുത്ത 100 ഈത്തപ്പഴവും ഷേപ്പ് ചെയ്തെടുത്തു. ഇത് നമ്മൾ അരിച്ചെടുക്കാത്തതുകൊണ്ട് ഈത്തപ്പഴത്തിൻ്റെ ഫൈബറൊന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇനി ഇതൊരു കോട്ടൺ ഉപയോഗിച്ച് നന്നായി കവർ ചെയ്തെടുത്തതിന് ശേഷം വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കണം. വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ദിവസം വെയിലിൽ വെച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത വിധം ഇത് നന്നായി ഡ്രൈ ആയി വന്നു. ഇനി ഈ ടൈമിൽ 100 ഈത്തപ്പഴം എടുത്തതിന് ശേഷം അത് കഴുകി അതിൻ്റെ കുരുവെല്ലാം നീക്കി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുത്തു. ഇനി ഇത് നമ്മൾ ഉണക്കിയെടുത്ത ബാറിന് മുകളിൽ ഒഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കണം. കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം ഇത് നന്നായി ടാപ്പ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം റെഡിയായി കിട്ടും. ഞാനെടുത്ത 200 ഈത്തപ്പഴം 2 സ്റ്റെപ്പായിട്ടാണ് ഞാനിതിൽ അരച്ചു ചേർത്തത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് 4 മണിക്കൂറേ നല്ല വെയിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് 2 സ്റ്റെപ്പായി റെഡിയാക്കിയെടുത്തത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ 2 സ്റ്റെപ്പായി റെഡിയാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നിച്ചരച്ചെടുത്ത് റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഉണക്കിയെടുക്കാം. ഇപ്പോൾ 1 ദിവസം ഉണക്കിയെടുത്തു. നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത വിധം തന്നെ ഉണങ്ങി വന്നു. ഇനി നിങ്ങൾക്കിത് 1 ദിവസം കൊണ്ട് ഇതേ രീതിയിൽ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. രാത്രി ടൈമിൽ നമ്മളിത് അടച്ചു വെച്ച് റൂമിൽ സൂക്ഷിച്ചാലും കാലാവസ്ഥ ചൂടുള്ള ടൈം ആയതുകൊണ്ട് നമുക്കിത് ഡ്രൈ ആയി കിട്ടും. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാത്തത് കൊണ്ട് ദിവസവും വെയിലിൽ വെക്കാനും മറന്നു പോവരുത്. ചൂട് കുറഞ്ഞ കാലാവസ്ഥയിലുള്ളവരാണ് ഇത് റെഡിയാക്കിയെടുക്കുന്നതെങ്കിൽ ആദ്യത്തെ 2 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും.
ഇപ്പം 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം വെയിലിൽ വെച്ചപ്പോഴേക്കും ഇതിൻ്റെ സൈഡെല്ലാം വിട്ടു വരാൻ തുടങ്ങി. എനിക്കിവിടെ കുറഞ്ഞ ടൈം വെയിൽ കിട്ടുന്നത് കൊണ്ട് 5 ദിവസം കൊണ്ടാണ് ഞാനിത് റെഡിയാക്കിയെടുത്തത്. നമ്മളിത് ടെറസിലൊക്കെ വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വെയിൽ കിട്ടും. അങ്ങനെ നമ്മളിത് ഉണക്കിയെടുക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഈ പേപ്പർ എടുത്തു മാറ്റാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഈത്തപ്പഴത്തിൻ്റെ ഹൽവ ഇവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം മുറിച്ചെടുത്ത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. സൈഡ് ഭാഗം കട്ട് ചെയ്തത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. കഴിക്കാൻ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായൊരു ഹൽവയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിതിൻ്റെ ടേസ്റ്റും ഗുണവും മനസ്സിലായതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ബാറുകൾ ഒരുപാടെണ്ണം റെഡിയാക്കി വെക്കാറുണ്ട്. നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.